ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വെടിഞ്ഞ് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോവുക. സുരക്ഷിതമായ ലൗകിക സാഹചര്യങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ അദൃശ്യമായ വാഗ്ദാനങ്ങളിലേക്ക് ചുവടുവെക്കാൻ ആഹ്വാനം ചെയ്യുന്ന ഈ വചനം ഏതൊരു വിശ്വാസിയുടെയും ആത്മീയ യാത്രയുടെ കരുത്തിട്ട തുടക്കമാണ്. ഉൽപ്പത്തി പുസ്തകം 12 മുതൽ 25 വരെയുള്ള അധ്യായങ്ങളിൽ അബ്രഹാമിന്റെ വിളിയും കാനാൻ ദേശത്തേക്കുള്ള യാത്രയും ദൈവം അവനുമായി സ്ഥാപിക്കുന്ന ഉടമ്പടിയും വാഗ്ദാനപുത്രനായ ഇസഹാക്കിന്റെ ജനനവും നാം കാണുന്നു. സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് അജ്ഞാതമായ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോഴും ദൈവത്തിന്റെ വിശ്വസ്തതയിൽ അബ്രഹാം പ്രത്യാശ അർപ്പിച്ചു. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന്റെ ഈ ജീവിതം ദൈവഹിതത്തിനു മുന്നിൽ പൂർണ്ണമായി കീഴടങ്ങാൻ നമ്മെ പഠിപ്പിക്കുന്നു. മരുഭൂമിയിലെ പ്രതിസന്ധികളിലും ഒറ്റപ്പെടലുകളിലും ദൈവം കൂടെയുണ്ടെന്ന ബോധ്യം അബ്രഹാമിനെ ഒരു വലിയ ജനതയുടെ പിതാവാക്കി മാറ്റി. ഈ യാത്ര കേവലം ഒരു ചരിത്രമല്ല, മറിച്ച് ഈശോ മിശിഹായിലേക്കുള്ള നമ്മുടെ ആത്മീയ തീർത്ഥാടനത്തിന്റെ അടിത്തറയാണ്. അബ്രഹാം ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ സന്നദ്ധനായത് ലോകപാപങ്ങൾക്കായി സ്വപുത്രനെ ബലിയായി നൽകിയ പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തിന് മുൻകൂട്ടിയുള്ള അടയാളമാണ്. അബ്രഹാമിലൂടെ ആരംഭിച്ച വാഗ്ദാനം ക്രിസ്തുവിലൂടെയാണ് പൂർത്തീകരിക്കപ്പെട്ടത്. അതിനാൽ അബ്രഹാമിന്റെ വിശ്വാസ വഴികൾ പഠിക്കുന്നത് ക്രിസ്തുവിലുള്ള നമ്മുടെ രക്ഷയെ ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കും. നമ്മുടെ ജീവിതത്തിലെ അനിശ്ചിതത്വങ്ങളിലും ദൈവവിളി തിരിച്ചറിയാനും തടസ്സങ്ങളെ അതിജീവിച്ച് നിത്യജീവന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങാനും ഈ വചനഭാഗങ്ങൾ നമുക്ക് കരുത്തേകുന്നു. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും എന്ന വചനത്താൽ പ്രചോദിതരായി 100 ദിവസം കൊണ്ട് കത്തോലിക്ക ബൈബിളിലെ POC പ്രസിദ്ധീകരണത്തിലുള്ള 73 പുസ്തകങ്ങളെയും ആഴത്തിൽ പഠിക്കുന്ന പോഡ്കാസ്റ്റ് ഈ വീഡിയോകൾ കേൾക്കുവാൻ ശ്രമിക്കുമല്ലോ. ബൈബിളിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സഹായിക്കുന്ന ഈ പോഡ്കാസ്റ്റിന്റെ യൂട്യൂബ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ്. ഗോഡ് ബ്ലെസ് യു.